ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നന്നാക്കി വന്നപ്പോൾ ഒരു 3/4 കിലോ ഉണ്ട്. അപ്പോൾ അത് മാറിനേറ്റ് ചെയ്ത് വെച്ചാണ് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം, കുരുമുളക് പൊടി, അതൊക്കെ ഒരു 1/2 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര് ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോളം വെച്ചതാണ്. അതിന് ശേഷം ഇപ്പോൾ ചട്ടി വെച്ച് അതിലൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ഒരു സ്റ്റെപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് വറുത്തെടുക്കാം. പിന്നെ മുന്നേ ഞാനൊരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ്. അത് നമ്മൾ പുളി പിഴിഞ്ഞിട്ടാണ്, കോൽപ്പുളി പിഴിഞ്ഞ ഒഴിച്ചിട്ടാണ് ആ പുളി, അതാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിന് കുടപ്പുളി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചെമ്മീൻ. 2 സവാള ഇട്ട് കൊടുത്ത് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഇത് 4 കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്ത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. അത് ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 1/2 കുടം വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി വഴറ്റിയെടുക്കുകയാണ്. ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ കുറച്ച് വേപ്പില ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലയൊക്കെ ഇതിൽ കൂടുതൽ ചേർന്നത് നല്ലതാണ്. ഇനി നമുക്കൊരു 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് അതിട്ട് കൊടുക്കാം. സമയത്തൂടെ കറണ്ട് പോയി. രണ്ട് തക്കാളി നമുക്ക് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കത് ആണെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇളക്കി കൊടുത്തെടുക്കുകയാണ്. അങ്ങനെ വെള്ളം പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറിയൊരു കഷ്ണം കടിച്ചാലും കുഴപ്പമില്ല. ഒന്ന് വഴന്ന് വന്നാൽ മതി തക്കാളി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തത് മാത്രമല്ല, അതിൽ 1 സ്പൂണാണ് എടുത്തത്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയായ കാരണം അത്ര എരിവൊന്നും ഉണ്ടാവില്ല. കറിക്കൊരു കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്. 1/2 ചെറുനാരങ്ങയുടെ നീര് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുടപ്പുളി ഒരു 2 കഷ്ണം ചെറുത് അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിൻ്റെ അളവൊക്കെ ഇട്ട ഉപ്പിൻ്റെ അളവൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ചെമ്മീനിലേക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. നമുക്ക് അടച്ച് വയ്ക്കാം. ഗ്രേവിയൊക്കെ നല്ല ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്.
ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ചെമ്മീൻ റോസ്റ്റ് റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,